സോളാർ പാനലുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയുടെ തമ്പനയിൽ കാണിച്ചതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ AC ആവട്ടെ, അതുപോലെ മോട്ടറുകളാവട്ടെ, അതുപോലെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് തുടങ്ങിയ എല്ലാ ഉപകരണങ്ങളിലും വർക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കമന്റ് ബോക്സിലായാലും അതുപോലെ വാട്സപ്പിലായാലും കോളുകളായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോ വരുന്നത്. അതുപോലെ തന്നെ ഈ പാനലുകൾ, രണ്ട് പാനലുകളൊക്കെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും, ഇത് MPPTയിലേക്ക്, ഇത് ഇൻവെർട്ടറിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോ മറ്റുള്ളവരിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഫാക്ടറിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻവെർട്ടറുകളായാലും അതുപോലെ MPPTകളായാലും, ഞാൻ ഇൻവെർട്ടർ 2.5 kVനെ കുറിച്ചാണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങൾക്ക് ലോസുകളും കാര്യങ്ങളും അതിന്റെ A to Z കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ കഴിയും. അവയിൽ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത് സോളാർ പാനലിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഹാഫ് കട്ട് പാനൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അത് അത്തരത്തിലൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ വിശദമായിട്ട് ഞാൻ പറയില്ല. അത്തരത്തിലൊരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോയുടെ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ എന്റെ ലിങ്ക് നൽകാണ് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് MPPTയുടെ കാര്യമാണ്. നമ്മൾ ഈ രണ്ട് ബാറ്ററി വെച്ചിട്ടുള്ള സിസ്റ്റം ആണല്ലോ നമ്മൾ 24 വോൾട്ട്. അതിലാണ് നമുക്ക് മോട്ടർ എന്ന് പറഞ്ഞാൽ 1 HP മോട്ടർ, അതുപോലെ AC കാര്യമാണ് പ്രധാനമായിട്ടും ആളുകൾ ചോദിക്കുന്നത്. അതുപോലെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ പോലത്തെ എല്ലാ ഹെവി ലോഡുകളൊക്കെ നമുക്ക് അതിൽ ഉപയോഗിക്കാം. അതിന് നമുക്ക് രണ്ട് രീതിയിലാണ് വരുന്നത്. 40 ആംപിയറിന്റെ 24 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന 1000 വാട്ട്സ് വരെ നമുക്ക് കൊടുക്കാവുന്ന MPPT വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 60 ആംപിയറിന്റെ 24 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന രണ്ട് ബാറ്ററി സിസ്റ്റം ആണല്ലോ, അതിൽ പ്രവർത്തിപ്പിക്കുന്ന നമുക്ക് 1500 വാട്ട്സ് വരെ നമുക്ക് ആഡ് ചെയ്യും. അതെന്താ രണ്ടും അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം. ചെറിയ റേറ്റ് മാറ്റം അതിൽ എന്തായാലും ഉണ്ട്. ഇനി അതിൽ നമ്മൾ 200H ബാറ്ററിയും കൂടെ കൊടുത്താൽ നമുക്കൊരു രണ്ട് 445ന്റെ രണ്ട് പാനൽ കൊടുത്താൽ നമുക്ക് 100% വർക്ക് ചെയ്യും. ഇനി അതുകൂടെ അതിൽ നമുക്ക് AC നമ്മൾ വൈകുന്നേരം സമയങ്ങളിൽ ഉപയോഗിക്കും. നമ്മൾ ഓഫീസ് വർക്ക് അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടാവും, രാത്രി AC ഉപയോഗിക്കുന്ന, ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഒരു മോട്ടറൊക്കെ ആണെങ്കിൽ പകലാണെങ്കിൽ നമുക്ക് രണ്ട് പാനൽ മതി. പിന്നെ അതല്ല, നിങ്ങൾ ഉച്ച സമയത്തും രാവിലെ ആ സമയത്തൊക്കെ നമ്മൾ ACകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഹെവി ലോഡ് അതാണ് അതിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം. അപ്പൊ അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രണ്ട് പാനലിന് ബദല് 4 പാനൽ ഉപയോഗിക്കുക. അതൊരു 400 വാട്ട്സിന്റെ ഒക്കെ മതിയാവും. 1500 പറഞ്ഞാലും നമുക്ക് 1600 വാട്ട്സ് നമുക്ക് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നിങ്ങൾ പകല് മുഴുവനായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 പാനലൊക്കെ വെക്കാൻ പറഞ്ഞല്ലോ, ഒരു 1500-1600 വാട്ട്സ് കൊടുത്താലും കുഴപ്പമില്ല. അതാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, രാത്രി സമയങ്ങളിൽ ബാറ്ററിത്തെ ആ ഒരു ബാക്കപ്പ് എടുക്കില്ല. അപ്പൊ നമുക്ക് വൈകുന്നേര സമയത്ത് കിട്ടും. നമുക്ക് ഒരു സാധാരണ വീട്ടില് ഒരു AC 110 ACകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 4-5 മണിക്കൂറൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ അത് കൂടുതൽ കിട്ടുന്ന നമുക്കിപ്പോ ACകളൊക്കെ വന്നിട്ടുണ്ടോ, BLDC ടെക്നോളജിയിലെ AC, അതുപോലെ സോളാർ AC ഒക്കെ വന്നിട്ടുണ്ട്. ഇനി പുതുതായിട്ട് എടുക്കുന്ന ആളുകളൊക്കെ അത്തരത്തിലുള്ള ACകളൊക്കെ നിങ്ങൾ എടുത്താൽ മതി. അതുപോലെ ഫ്രിഡ്ജും വരുന്നുണ്ട്, BLDC ടെക്നോളജി വരുന്ന ഫ്രിഡ്ജുകൾ വരുന്നുണ്ട്, അതുപോലെ സോളാർ ഫ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞ ഫ്രിഡ്ജുകൾ വരുന്നുണ്ട്. അത്തരത്തിലൊക്കെ നിങ്ങൾ മേടിക്കാൻ നോക്കുക. അപ്പൊ ഇനി വൈകുന്നേരമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 3-4 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് ഒരു സ്ലീപ്പ് മോഡൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ഫാനൊക്കെ യൂസ് ചെയ്താൽ നമ്മുടെ ബാറ്ററിയുടെ ഫുൾ ബാക്കപ്പും നമുക്ക് പോവില്ല, നമുക്ക് ലൈഫും കൂടുതൽ കിട്ടും. അപ്പൊ അത്രയും കാര്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഇൻവെർട്ടറിനെ കുറിച്ചാണ് കേട്ടോ. ഇൻവെർട്ടറാണ് നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ചില കസ്റ്റമേഴ്സ് ഇൻവെർട്ടറിന്റെ കാര്യം എടുത്തോണ്ട് ചില കസ്റ്റമേഴ്സ് പറയും, എനിക്ക് ഇൻവെർട്ടർ ആണ് വെച്ചതിന് ശേഷം ഒരു 1000 രൂപ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഒരു 1600-1700 ഒക്കെ എനിക്ക് ബില്ല് വരുന്നുണ്ട്. എന്നാൽ ചില കസ്റ്റമേഴ്സ് പറയും, എനിക്ക് ഇൻവെർട്ടർ വെച്ചതിന് ശേഷം വലിയൊരു മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് പറയും. അവിടെയാണ് നമുക്ക് വില്ലനായിട്ട് വരുന്നത് നമ്മുടെ ഇൻവെർട്ടറിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇനി ഇൻവെർട്ടർ നമ്മുടെ വീട്ടിൽ 1 kV സിസ്റ്റം ഉണ്ടല്ലോ, നമ്മൾ ഒരു ബാറ്ററി വെച്ചിട്ടുള്ള സിസ്റ്റം, ആ ബാറ്ററി വെച്ചിട്ടുള്ള സിസ്റ്റത്തിന്റെ ഞാൻ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള വീഡിയോ കാണി നമ്മുടെ വീഡിയോയുടെ നമ്മുടെ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ അത് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ നിൽക്കുന്നത് നമുക്ക് AC മോട്ടർ 1/2 HP മോട്ടറൊക്കെ നമുക്ക് 1 kV ഒരു ബാറ്ററി സിസ്റ്റത്തിൽ വർക്ക് ചെയ്യും. ഇപ്പൊ നമ്മൾ പറയുന്നത് നമുക്ക് AC അതുപോലെ
1 HP മോട്ടർ, അതുപോലെ ഫ്രിഡ്ജൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അത് നമ്മൾ മിനിമം ഒരു 1700 VA മുതൽ തുടങ്ങുന്നുണ്ട്. 1700, അതുപോലെ 2000, 2200 2 kV, അതുപോലെ 2.2, 2.5. നമ്മൾ മാക്സിമം നമ്മൾ കുറച്ച് KV കൂടിയത് എടുക്കുക. എന്നാൽ നമുക്ക് ഓവർലോഡും കാര്യങ്ങളൊന്നും പ്രയാസം ഉണ്ടാവില്ല. അവിടെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്യും, ഓൺലൈനിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന നമ്മൾ വില കുറഞ്ഞ സാധനങ്ങൾ നിങ്ങൾ എടുക്കും. കമ്പനിയാണ്, അത് വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമ്പനി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് പ്രയാസപ്പെട്ടിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇത് എടുത്തു പോയ അവസരങ്ങളുണ്ട്. അത്തരത്തിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ടും ഇതിൽ പറയാനുള്ളത്, നല്ല ക്വാളിറ്റി ഉപയോഗിച്ചിട്ടുള്ള കമ്പൗണ്ട്സ്, സ്പെയറുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എവിടെ നിന്നും നമുക്ക് സർവീസ് ചെയ്യാൻ, ഏത് ഷോപ്പുകളിൽ നിന്നും സർവീസ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ അസംബിൾഡ് ടീംസിന് നമ്മൾ പരിചയപ്പെടണം. അത് നിങ്ങൾ കരുതും കമ്പനി സാധനം ഞാൻ എടുക്കുള്ളൂ, പക്ഷെ അവരെന്താ ചോദിച്ചാൽ നമ്മുടെ മനസ്സ് അവര് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്യും, ഏറ്റവും വില കുറഞ്ഞതാണ് നമ്മൾ കസ്റ്റമർ ആരും നോക്കുക, ഓഫർ അതാണ് നമ്മൾ ആരും നോക്കുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫർ നോക്കിയാൽ നമ്മളെ ബില്ല് അറിയാതെ പോകും. അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ കമ്പൗണ്ട്സിന്റെ കാര്യങ്ങൾ തന്നെ. അതിൽ നല്ല ക്വാളിറ്റി ഉപയോഗിച്ചിട്ടാണ് അതിന്റെ ബോർഡ് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. ഇത് പൊതുവേ നമ്മൾ അസംബിൾഡ് ടീമുകളൊക്കെ ഒരു 80-90% ഇങ്ങനെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ അലൂമിനിയം വൈൻഡിങ്, അടുത്ത കാര്യം പറയാം, അലൂമിനിയം വൈൻഡിങ് ഒക്കെ ഉപയോഗിച്ചിട്ട് ട്രാൻസ്ഫോമർ ചെയ്യുന്നുണ്ട്. നമ്മുടെ കറണ്ടില് നമുക്ക് ഒരുപാട് ലോസ് വരും. ഇതെങ്ങനെ വെച്ചാൽ നമ്മളിത് ഒരു ബാറ്ററി നമ്മുടെ ഫുൾ ചാർജ് ആയി, 14, ഒരു ബാറ്ററിയുടെ സിസ്റ്റം പറഞ്ഞുതരാം, 14.5 അല്ലെങ്കിൽ അതിന്റെ ഡബിൾ 2 ബാറ്ററിയുടെ ഫുൾ ചാർജായി. അത് കഴിഞ്ഞാൽ ഈ അലൂമിനിയം വൈൻഡിങ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ചെറിയ ഈ ഇൻവെർട്ടർ വർക്ക് ചെയ്യണമല്ലോ. നമുക്ക് നമ്മൾ ഈ സോളാർ പാനലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും നമ്മൾ ഇൻവെർട്ടറാണ് നമ്മളെ ബാക്കിയുള്ള ഏകദേശം കമ്പൗണ്ട്സുകളെല്ലാം വർക്ക് ചെയ്യുക. നമ്മൾ AC ആവട്ടെ, ഫ്രിഡ്ജ് ആവട്ടെ, വാഷിംഗ് മെഷീൻ ആവട്ടെ. അപ്പൊ ഇത്തരത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷെ ഇൻവെർട്ടർ വർക്കിംഗ് ആണ് താനും. അത് നമ്മുടെ കോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഇതിൽ 20% നമുക്ക് കറണ്ട് ലോസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ബാറ്ററി പല ടൈമിലും അതിലേക്ക് 20% ഇതിന്റെ ലോസ് ഉണ്ടാകുമ്പോൾ ബാറ്ററി ചാർജിങ് നടക്കുകയും ചെയ്യും, അതിന്റെ ഫ്ലോ കട്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് വരും. പിന്നെ കൂടാതെ നമുക്ക് അതിലൊരു കാര്യം കൂടി പറയണ്ട്, ഈ അലൂമിനിയം വൈൻഡിങ് വന്നു കഴിഞ്ഞാൽ അതിലൂടെ ചെറിയ ചാർജിങ്, ചെറിയൊരു ചാർജിങ് നമ്മുടെ ബാറ്ററിയിലേക്ക് എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ചില കസ്റ്റമേഴ്സ് പറയണ, ഇന്റെ ബാറ്ററി ആണെങ്കിൽ ഞാൻ 2 മാസം കൂടുമ്പോൾ വെള്ളം, അതിന്റെ ബാറ്ററി വാട്ടർ ഉണ്ടല്ലോ, അത് പാർന്ന് ഇതിങ്ങനെ തീരുകയാണെന്ന്. അതെന്താ കാരണം ചോദിച്ചാല്, നമ്മൾ ഈ അലൂമിനിയം വൈൻഡ് ചെയ്യുമ്പോൾ കറക്റ്റ് അതിന്റെ വോൾട്ട്, അതുപോലെ കറക്റ്റ് മെഷറിങ്, അങ്ങനത്തെ ഒന്നും അല്ല അതിൽ നടക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ നമ്മുടെ ബാറ്ററി എപ്പോഴും ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കൂടും. കാരണം ഫുള്ള് ബാറ്ററി ചാർജിങ് ചെറുതായിട്ട് ഇങ്ങനെ ചാർജിങ് നടക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ സോളാറൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഫുൾ സോളാറിനാണ് നമുക്ക് എനർജി ഒരു 20% നമുക്ക് ലോസ് വരും. അത് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയണം. കാരണം കമ്പനികളിലെ പല കമ്പനികളിലും നിങ്ങൾ ഇവിടെ കൊണ്ടുവരും. ഞാൻ നമ്മളെ ഇതും വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്ത് തരാം. ഇതിന്റെ നമ്മൾ കാൽക്കുലേഷൻ മെഷർ ചെയ്ത് നമ്മൾ തരാം. അത് നമുക്ക് 20%, 30% ചില കമ്പനികൾക്ക് ലോസ് ഉണ്ട്. അവിടെയാണ് നമ്മൾ കുറച്ച് വില കൂടിയാലും നമ്മൾ ഇൻവെർട്ടറുകൾ, നമ്മൾ അസംബിൾഡ് ചെയ്യുന്ന ഇൻവെർട്ടറുകൾ നിങ്ങൾ മേടിക്കാൻ പോകും. നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് മേടിക്കണം, ഈ ഫാക്ടറിയിൽ നിന്ന് തന്നെ മേടിക്കണം. ഇവിടെ വലുതൊന്നും ഞാൻ പറയുന്നില്ല. ഇത് ഒട്ടനവധി നമ്മൾ അതാത് പ്രദേശങ്ങളിലുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് അറിയണം, നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ എനിക്ക് പറയാനുള്ള ഏറ്റവും കൂടുതൽ നമ്മള് ഈ ഒരു നമ്മുടെ ട്രാൻസ്ഫോമറിനെ കുറിച്ചിട്ടാണ്. ഇനി അതിന്റെ ബാക്ക് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് നമുക്ക് ഈ ഒരു സംഭവം. പല കസ്റ്റമേഴ്സും ചോദിക്കണം, ഇതിൻ്റെ ഒരു ഇൻവെർട്ടർ ഉണ്ട്, എനിക്കത് സോളാർ ആക്കി മാറ്റണം ചോദിക്കുന്നോട്. അപ്പോൾ നമുക്ക് എന്താ ചോദിച്ചാൽ ഈ അസംബിൾഡ്, അതുപോലെ നമ്മൾ SMD IC-കളല്ലാത്ത എല്ലാ ബോർഡുകളിലും നമുക്ക് 90% ഈ KCB ചാർജിങ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും കഴിയണം. ഇതില്ലാത്ത നമ്മളാണ് ഇതിൽ ഇതേപോലത്തെ ഒരു സ്വിച്ച് ഉണ്ടാവും കേട്ടോ. UPS മോഡ് എന്നുള്ള ചില ഇതിലുണ്ടാവും. ഞാൻ ഇതിൽ കാണിച്ചു തരാം. ചെറിയ സിസ്റ്റത്തിൽ വരുന്നുണ്ട്, ഇതാ ഇതിൽ വരുന്നില്ല. UPS സിസ്റ്റം വേറെ ബോർഡ് ഉണ്ട്, ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ അത് നോക്കുക. അതുപോലെ തന്നെ പിന്നെ ഈ ഒരു സംഭവം കൂടി ഉണ്ടാവും. ഇതിൽ നമുക്ക് സിസ്റ്റം വഴി കൊടുക്കുന്ന ഒരു സ്ലോട്ട് ഉണ്ട്. അതുവഴി നമുക്ക് ഇതിന്റെ ആംബിയർ, ഇതിന്റെ ഏറ്റവും നമുക്ക് കട്ട് ഓഫ്, ഏത് സെറ്റിംഗ്സ് നമുക്ക് ഈ ഇൻവെർട്ടറിൽ നമുക്ക് ചെയ്യാമെന്നാണ് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ സോളാർ പാനലൊക്കെ നമ്മൾ കണക്ട് ചെയ്യും. നമ്മൾ ഈ MPPT, ഞാനിപ്പോൾ ഇവിടെ MPPT ഇതാ ഉദാഹരണത്തിന്, ഈ MPPT നമ്മൾ കണക്ട് ചെയ്യും. ഇത് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരും. ഇത് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ബാറ്ററിയിൽ നിന്ന് 2 വയർ നമ്മൾ കൊടുക്കാണ്ട്. അപ്പൊ ബാറ്ററിയിൽ നിന്ന് അത്തരത്തിലുള്ള വയർ കൊടുക്കുമ്പോൾ ഇതുപോലത്തെ ഇത് നമ്മൾ ഏതായാലും 2 വയർ നമുക്ക് ബാറ്ററിയിലേക്ക് കൊടുക്കണമല്ലോ. ഇനി നമ്മൾ ഇതിൽ ഈ MPPT നമ്മളെ ചാർജ് കൺട്രോളിൽ നിന്ന് 2 വയർ, അതിലൊക്കെ സർക്യൂട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീട്ടില് നമ്മൾ സോളാർ പാനലിൽ വെച്ച് 6 സ്ക്വയർ 10 മീറ്ററിന്റെ ഉള്ളിലൊക്കെ ലോങ് ആണെങ്കിൽ നമുക്ക് 4 സ്ക്വയർ കൊടുത്താൽ മതി. അത്
10 മീറ്ററിന്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മൾ 4 പാനലൊക്കെ കൊടുക്കുകയാണെങ്കിൽ 6 സ്ക്വയർ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അത് DC കേബിളേ കൊടുക്കാവുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ചു. നമ്മുടെ പ്രശസ്തനായ ഒരു യൂട്യൂബറും കൂടിയാണ്, അയാൾ എൻ്റെ വർക്കറും കൂടിയാണ്. അയാളൊരു വീഡിയോ ചെയ്തിട്ട് അയാൾ പറയാണ്, ഞാൻ 2 വയറ് ഇതിൽ നിന്ന് കൊടുക്കുന്ന കാര്യം പറഞ്ഞു, നമ്മൾ ബാറ്ററിയിലേക്ക് കൊടുക്കുന്ന സിസ്റ്റം പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡയഗ്രാം കാണിക്കും പറഞ്ഞു. ഞാൻ ഈ 2 വയറ് ഞാൻ കൊടുത്തു. അപ്പൊ എനിക്ക് ഒരു 15 ആംപിയറാണ് കിട്ടിയിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് ആ വയറ് ഞാൻ പിടിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള വയറാണ്, ഈ 2.5 പോലത്തെ വയറ് നല്ല ചൂടാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, AC കേബിൾ 2 കൂടി കൊടുത്തു. ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊക്കെ ഒരു ഐഡിയ ഇല്ലാത്ത, ഞാനിപ്പോ നമ്മൾ വലിയൊരു സംഭവമായിട്ടില്ല, നമ്മളൊരു പ്രാക്ടിക്കൽ ഇത് മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിലായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ബാറ്ററിക്ക് കൊടുക്കുമ്പോൾ ആ നമ്മുടെ DC കേബിൾ 6 ഒന്നും കൊടുക്കരുത്. ഒരു 10 ആംപിയർ 10 kg അല്ലെങ്കിൽ 16 kg ഒക്കെ വരുന്ന കേബിളുകൾ കൊടുക്കണം. അതായത് ഇതുപോലത്തെ നിങ്ങൾ കണ്ടില്ലേ, ഇത് കൊടുക്കണം. കാരണം പ്രധാനമായിട്ടും നമ്മളെ ഈ ബാറ്ററിയിലേക്ക് പോകുന്ന ആ വയറിൽ കൂടിയാണ് നമുക്ക് ആംപിയർ കൂടുതലായി പോകുന്നത്. അവിടെ നമുക്ക് എനർജി ലോസ് ഉണ്ടാവും. നിങ്ങൾ അത്തരത്തിലുള്ള കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ ബാറ്ററി 2.5 മാസം കൊണ്ടൊക്കെ വെള്ളം കുറയുന്നില്ല കാര്യം ഞാൻ പറഞ്ഞല്ലോ. അത്തരത്തില് നമ്മൾ ഫുൾ കോപ്പർ അതുപോലെ നല്ല ക്വാളിറ്റിയിലെ ബോർഡ് ഇതൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചതെല്ലാം നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു 150 H അല്ലെങ്കിൽ 200 H ബാറ്ററി ഒക്കെ, ട്യൂബുലർ ബാറ്ററി ഒക്കെ ഒരു 2 വർഷം കൂടുമ്പോൾ നിങ്ങൾ അതിൽ മാറ്റേണ്ട ഒരു ആവശ്യം വരുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററിക്ക് നല്ല ലൈഫ് കിട്ടും. കൂടാതെ ഈ നമ്മുടെ ഇൻവെർട്ടറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇത് ഫുൾ ബോഡി നമ്മൾ പാക്ക് ചെയ്തതാണ്. ഇതിന്റെ ബോഡിക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ചില നമ്മുടെ ഇൻവെർട്ടർ വെച്ച ആളുകൾ പറയും, എന്റെ ഇൻവെർട്ടർ ഇടയ്ക്കും എപ്പോഴും ഒരു മൂളലാണ്, ഫാനിന്റെ ശബ്ദമല്ല കേട്ടോ, ഒരു മൂളലാണ്. അതെന്താ വെച്ചാൽ നമ്മൾ ഈ ക്വാളിറ്റിയിലെ ഈ ഗേജ്, നല്ല ഗേജ് കൂടിയ ക്വാളിറ്റിയിലെ സാധനങ്ങളൊക്കെ വെച്ചാൽ പെർഫെക്റ്റ് ആണെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഫാൻ വെക്കുന്നത്, ഇതിന് 2 ഫാൻ ആയിട്ടാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഓവർ ഹീറ്റ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്തോളും. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മുഴുവനായിട്ട് നമ്മൾ സോളാർ പാനലൊക്കെ ആകുമ്പോൾ നമ്മൾ കറണ്ടിന്റെ ലൈൻ കൂടി അല്ല ഉപയോഗിക്കുക, ഇൻവെർട്ടറിലൂടെ ആയിരിക്കും നമ്മുടെ ഈ മോട്ടർ ആയാലും അതുപോലെ AC ആയാലും ഫ്രിഡ്ജ് ആയാലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുക, ലൈറ്റുകളും ഫാനുകളും. നിങ്ങൾക്ക് അതിന് ഉദാഹരണം പറഞ്ഞുതരാം. ആ ലോസ് വരുന്നതിനെ കുറിച്ച് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ ഒരു 50 വാട്ട്സിന്റെ ഒരു ഫാൻ വർക്ക് ചെയ്യാന്ന് കരുതിക്കോളൂ. അപ്പൊ നമ്മൾ ഇൻവെർട്ടർ വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഒന്നും ഉപയോഗിക്കുന്നില്ലാണ്ടെങ്കിൽ 0 ആയിരിക്കുമല്ലോ, നമുക്ക് വോൾട്ടൊന്നുമില്ല. അത് നമ്മൾ ഫുൾ കോപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 0 ആയി തന്നെ ഇരിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ബാറ്ററിക്ക് ലോസോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു 50 വാട്ട്സ് ഫാൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഇൻവെർട്ടർ കൂടി നമുക്ക് വർക്ക് ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ ഈ അലൂമിനിയം വൈൻഡിങ് ഒക്കെ ആകുമ്പോൾ നമുക്കത് ഒരു 20% നമ്മളെ ഈ ട്രാൻസ്ഫോമർ ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സോളാർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബാറ്ററിയുടെ ബാക്കപ്പ് കുറയും. അപ്പൊ നിങ്ങൾ അത് വൈകുന്നേരം സമയത്തൊക്കെ ഉണ്ടോ കൂടുതൽ വരെ, പകൽ സമയത്ത് ചിലപ്പോൾ നമ്മൾ സോളാർ പാനലിനൊക്കെ ആകുമ്പോൾ അത് വല്ലാതെ അറിയില്ല. നമ്മൾ 2 പാനലിൽ നമ്മൾ AC ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ 4 പാനൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തിൽ അറിയില്ല. പക്ഷേ നമ്മൾ ചെറിയ ലോസും നമ്മൾ അത് നല്ല മൈനോറിറ്റി ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഫാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ 50 വാട്ട്സ് ആണെന്നുണ്ടെങ്കിൽ 50 വാട്ട്സും കൂടി ഇതിന്റെ ലോഡിന്റെ പ്രയാസമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടമായില്ല നമുക്ക്. അപ്പൊ ആ ഒരു കാര്യങ്ങളോട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഇത്രയും കാര്യങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ, ബാക്കി കമ്പനി എല്ലാം മോശം എന്നല്ല പറയുന്നത്. നമ്മൾ ഒട്ടനവധി മാർക്കറ്റിൽ വരുന്ന കമ്പനികളിൽ നമുക്ക് ഒരു 50% 60% പറയാം. ചില ആളുകൾ ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടാവും. നമ്മൾ കറണ്ട് ബില്ല് അടച്ചിട്ട് നമ്മളത് കൊടുക്കും. അപ്പൊ നിങ്ങൾ നല്ല മാക്സിമം നിങ്ങൾ അതിന് ശ്രദ്ധിക്കണം. ഞങ്ങൾ പ്രാക്ടിക്കൽ സൈഡിലാണ് ഞങ്ങൾ പറയുന്നത്. ഒരുപാട് വർഷത്തെ പരിചയം കൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള കാര്യം പറയുന്നത്. അപ്പൊ നിങ്ങൾ ആ കാര്യങ്ങളോട് ഒന്ന് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെർട്ടറിന്റെ കാര്യങ്ങളിലെ നമുക്കൊരു ബ്രേക്കർ സിസ്റ്റം ഉണ്ട്. അത് 20 ആംപിയർ 25 ആംപിയറിന്റെ ഒക്കെ വരും. അതെന്താ ഓവർ എന്തെങ്കിലും പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇനി ഞാൻ ഡയഗ്രാം കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഒരു സംശയം ഉണ്ടാവും. നമ്മുടെ ഇതിന്റെ ബാക്കിൽ കൊടുക്കുന്നത് ഫേസ് ഇന്ന്, അതുപോലെ ന്യൂട്രൽ, ഫേസ് ഔട്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ MPPT ഉണ്ടല്ലോ, ഇവിടെ കാണിക്കുന്നത് പോലെ നമ്മുടെ MPPT ഉണ്ടല്ലോ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പോ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും ഫേസ് ഇന്ന്, അതുപോലെ ന്യൂട്രല്, ഫേസ് ഔട്ട് ഒക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതിലെന്ത് നമ്മൾ ഇത്ര മാത്രമേ നമ്മൾ അയക്കുന്നുള്ളൂ. ഈ ഫേസ് ഇന്നിൽ മാത്രം നമ്മൾ ഇപ്പൊ ഓൾറെഡി കണക്ട് ചെയ്തവരാണെങ്കിൽ, അല്ലാത്തവരാണെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ചെയ്യാമല്ലോ. ഈ ഫേസ് ഇന്ന് നമ്മൾ നേരെ എടുത്തിട്ട് നമ്മൾ ഇതിന്റെ ലൈന് ഇന്നിൽ നമ്മൾ കൊടുക്കും. ഇതിന്റെ ലൈൻ ഔട്ട് നമ്മൾ എടുത്തിട്ട് നേരെ ഈ ഫേസ് ഇന്ന്, ഇത്ര മാത്രമേ ചേഞ്ച് ഉള്ളൂ. ബാക്കി വയറൊന്നും നമ്മൾ ഊരേണ്ടതില്ല. ഇനി ഫ്രണ്ട്സ്, ഞാൻ ഇപ്പൊ ഈ 2.5 kV കുറിച്ചിട്ടാണ് വിശദമായിട്ട് പറഞ്ഞു തന്നത്. ഇനി ഞാനിതിന്റെ സർക്യൂട്ടുകൾ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെ
നമുക്കൊരു പാനൽ കണക്ട് ചെയ്യാം, അതുപോലെ ഇൻവെർട്ടർ, അതുപോലെ നമ്മൾ MPPT കൊടുക്കുന്ന കണക്ട് ചെയ്താൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ടെസ്റ്റർ ഉണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ കറണ്ടിനെ കുറിച്ചൊക്കെ ചെറുതായിട്ട് നമുക്ക് നോക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് തന്നെ ചെയ്യാം. അത് ഞാൻ ഈ സോളാറുമായി ബന്ധപ്പെട്ട 2.5 kV നമ്മുടെ AC-കളൊക്കെ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് നമുക്ക് ആവശ്യമുള്ളൂ. അല്ലാതെ നമ്മൾ സിംഗിൾ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബാറ്ററി വെച്ചിട്ടുള്ള സിസ്റ്റം ആണ്. 500 വാട്ട് ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള വീഡിയോകൾ തന്നെ ഉണ്ട്. 7 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ആണ് ഐ ബട്ടൺസിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ നൽകാം. അതുപോലെ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വിശദമായിട്ട് എഴുതുക. അപ്പൊ ഞാൻ അതിനെ കുറിച്ചുള്ള ഞാനൊരു ആൻസർ തരും. അപ്പൊ എന്താ വെച്ചാൽ മറ്റുള്ളവർക്കും കൂടി അത് നോക്കി മനസ്സിലാക്കാം. നമുക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഫുൾ ആയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് അതിന്റെ ആൻസർ തരാം. അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി കാണാം. അത് നല്ല ഹൈലൈറ്റ് ചെയ്യുന്ന കമന്റുകളൊക്കെ ഞാൻ പിൻ ചെയ്ത് വെക്കാം, ഏറ്റവും ഫസ്റ്റ് കാണുന്ന രീതിയിലാക്കാം. അപ്പൊ മറ്റുള്ളവർക്ക് വളരെ ഉപകാരം. ഓക്കെ, ഇനി നമുക്ക് ഞാൻ ആ സർക്യൂട്ട് വരക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ സർക്യൂട്ടിലേക്ക് പോകുമ്പോഴേ 2 പാനൽ വെച്ചിട്ട് നമുക്ക് 4 പാനൽ വെച്ചിട്ടുള്ള സിസ്റ്റം ഉണ്ട്. അതിൽ 40 ആംപിയറും 60 ആംപിയറും നമുക്ക് കൊടുക്കാട്ടോ. 40 ആംപിയറിലാണെങ്കിൽ നമുക്ക് 1000 വാട്ട്സ് പാനൽ വരെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് 60 ആംപിയറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1500 വാട്ട്സ് വരെ കൊടുക്കാം. ഞാൻ ആദ്യം 2 പാനൽ വെച്ചിട്ടുള്ള സിസ്റ്റം കാണിച്ചു തരാം. ഇത് 2 പാനലാണ്. നമ്മളൊരു 445 വാട്ട്സ് 400 വാട്ട്സ് ഒക്കെ കൊടുത്താലും മതിയാവും. ഹാഫ് കട്ട് പാനൽ നിങ്ങൾ സെലക്ട് ചെയ്യണം കേട്ടോ. അത് ആംപിയറിന്റെ കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് 2 പാനലാണ്. ഇത് MPPT ആണ്. ഇത് 2.5 kV ഇൻവെർട്ടർ ആണ്. ഇൻവെർട്ടർ നമുക്ക് 2 kV ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് 1.5 കിട്ടുള്ളൂ. 2.5 kV നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുപോലെ ബാറ്ററി 2 എണ്ണം. അത് നമുക്ക് 200 AH 150 AH. നമ്മൾ 200 AH ആണെങ്കിൽ 2 200, 150 AH ആണെങ്കിൽ 2 150 മാക്സിമം ശ്രമിക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിന്റെ ഒരുപാട് കാൽക്കുലേഷനിൽ മാറ്റം വരുന്നുണ്ട്. ഇനി ഞാനിത് ആദ്യം പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ 2 പാനൽസിൽ പോസിറ്റീവ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. പോസിറ്റീവും നെഗറ്റീവും അത് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യും. അതുപോലെ ഇതിന്റെ നെഗറ്റീവും ഇതിന്റെ പോസിറ്റീവും നമ്മൾ MPPTയുടെ പോസിറ്റീവ് പാനൽ നെഗറ്റീവിൽ കണക്ട് ചെയ്യുക. അപ്പൊ ഈ നെഗറ്റീവ് നേരെ ഇതിലേക്ക് വന്നു, ഈ പോസിറ്റീവ് നേരെ ഇതിലേക്ക് വന്നു. അത് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് MPPTയുടെ അടുത്ത ഭാഗം നമുക്ക് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാം. ബാറ്ററിയിലേക്ക് ഇത് നമ്മൾ ആദ്യം കണക്ട് ചെയ്യേണ്ട ബാറ്ററിയാണ് കേട്ടോ കണക്ട് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ പാനൽ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യും, ബാറ്ററി നെഗറ്റീവ് പോസിറ്റീവ്, അതിൽ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ 12 + 12 24 വോൾട്ടായി. അപ്പോൾ നമ്മൾ ഈ പ്ലസ് എന്ത് ചെയ്തു, നേരെ നമ്മുടെ MPPTയുടെ ബാറ്ററി ഇന്ന് പോസിറ്റീവ്, അതുപോലെ ബാറ്ററി ഇന്ന് നെഗറ്റീവ് കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇൻവെർട്ടറിൽ നമുക്ക് 3 ലൈനാണ്. 4 ലൈൻ ഉണ്ടാവുന്ന എർത്ത്, അത് കാര്യമാക്കണ്ട, അത് നോക്കണ്ട. അതിൽ ന്യൂട്രൽ ലൈൻ നമ്മൾ നേരെ ലൈനിൽ കൊടുക്കും. അതുപോലെ നമ്മുടെ ഇൻവെർട്ടർ ഔട്ടിന്റെ ലൈന് അതൊന്നും നമ്മൾ തുടരണം. നമ്മൾ പഴയ നിലവിൽ ഫിറ്റ് ചെയ്ത ടീമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വയർ മാത്രം ഊരേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ഇൻവെർട്ടർ പോയിന്റ് നിന്ന് വരുന്ന ലൈന് നമ്മൾ AC ഇന്ന് നേരെ നമ്മൾ നമ്മുടെ MPPTയുടെ AC ഇന്ന് എന്നുള്ള സെക്ഷനിൽ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഇതിന്റെ AC ഔട്ട് എടുത്തിട്ട് നേരെ നമ്മൾ ഇൻവെർട്ടറിന്റെ AC ഇന്ന നിലയിൽ കൊടുക്കുക. അപ്പൊ നമ്മൾ ഈ കണക്ഷൻ കറക്റ്റായി. ഇനി നിങ്ങൾക്ക് കൂടുതൽ കാണണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത നമ്മളെ 60 ആംപിയറിന്റെ 24 വോൾട്ട് 1500 വാട്ട്സ് പാനൽസ് കൊടുക്കുന്ന 4 പാനൽ നമ്മൾ കൊടുക്കുന്ന സിസ്റ്റമാണ് കേട്ടോ. അതിലെന്താ വെച്ചാൽ നമുക്ക് ഈ 40 ആംപിയറിന്റെ സെക്ഷനിലും നമുക്കത് കൊടുക്കാട്ടോ. എന്നാൽ നമുക്ക് ചെറിയൊരു ഭാവിയിൽ നമുക്ക് ഒരു പാനൽ 2 പാനൽ കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് കഴിയില്ല. അതിൽ 1000 വാട്ട്സ് നമുക്ക് നടക്കുള്ളൂ. ഇതിൽ നമുക്ക് 1500 വാട്ട്സ്, ഒരു 100 വാട്ട്സ് ഒക്കെ കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. 1600 ആയാലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഹാഫ് കട്ട് പാനൽ 4 നമ്മൾ സെലക്ട് ചെയ്യുക. ഒരേ ഏകദേശം നമ്മൾ സെയിം വാട്ട്സിലെ പാനൽ മാക്സിമം നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ 400 ആണെങ്കിൽ നമുക്ക് ഒരു 1600 വാട്ട്സ് നമുക്ക് ടോട്ടലി കിട്ടും. അതിൽ നമ്മൾ എന്ത് ചെയ്യും, 1 2 3 4 പാനൽ കണക്ട് ചെയ്താൽ ഈ ഓരോ പാനലിനും പോസിറ്റീവ് നെഗറ്റീവ് വരുമല്ലോ. അതിൽ നമ്മൾ ഈ പാനലിന്റെ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ കണക്ട് ചെയ്തു. അതിന്റെ നമ്മൾ 2ാമത്തെ 3ാമത്തെ 4ാമത്തെ പാനലിന്റെ പോസിറ്റീവ് നെഗറ്റീവും കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഈ ഇപ്പൊ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ കണക്ട് ചെയ്തല്ലോ, ഇതിന്റെ ഒരു നെഗറ്റീവും തമ്മിൽ കണക്ട് ചെയ്യും. ഇതിന്റെ പോസിറ്റീവും കണക്ട് ചെയ്യും. ഈ 2 4 അതുപോലെ 1 3 നെഗറ്റീവും പോസിറ്റീവും കണക്ട് ചെയ്യും. നിങ്ങൾക്ക് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതുപോലെ കണക്ട് ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ വയർ 2 എണ്ണം നമ്മൾ ഈ പോസിറ്റീവ് ഈ പാനലിൽ നിന്ന് പിന്നെ 2 വയറാക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 10 മീറ്ററിന്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ 6 kg, അത് നീളം കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 8 സ്ക്വയർ കൊടുത്താലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഈ MPPT 60 ആംപിയറിന്റെ 1500 വാട്ട്സ് 1600 ഒക്കെ നമുക്ക് കൊടുക്കാം. അതിന്റെ നേരെ നെഗറ്റീവ് എടുത്തിട്ട് നമ്മൾ MPPTയുടെ നമ്മൾ സോളാർ ഇന്ന് നെഗറ്റീവിലേക്ക് കൊടുത്തു. അതിന്റെ പോസിറ്റീവ് എടുത്തിട്ട് നേരെ നമ്മൾ ഈ 2 എണ്ണം കണക്ഷനിന്റെ പോസിറ്റീവിലേക്ക് കൊടുത്തു. ഇനി അടുത്തത് നമുക്ക് ബാറ്ററിയുടെ കണക്ഷൻ ഞാൻ പറഞ്ഞുതരാം. ബാറ്ററി നമ്മൾ എന്ത് ചെയ്യും, ഒരു 12 വോൾട്ടിന്റെ 2 ബാറ്ററി, അത് 200 AH 150 AH
180 നമ്മൾ രണ്ടെണ്ണം സെലക്ട് ചെയ്യുകയാണെങ്കിൽ 200 ആണെങ്കിൽ 200 ആയിരിക്കണം രണ്ടും. ഓക്കെ, അത് നമ്മൾ രണ്ടെണ്ണം കണക്ട് ചെയ്താൽ പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്യുക, നമ്മൾ ഒരുമിച്ച് കണക്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും കിട്ടും. അപ്പം നമുക്ക് 12 + 12 24 വോൾട്ട് സിസ്റ്റം. അതാണല്ലോ നമുക്ക് ഹെവി ലോഡിനൊക്കെ 24 വോൾട്ട് സിസ്റ്റമാണ് വേണ്ടത്. നമ്മൾ AC അതുപോലെ മോട്ടർ 1 ടൺ മോട്ടറുകളൊക്കെ ഒരു 1/2 HP ആണ് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. നമുക്ക് ഒരു ബാറ്ററി സിസ്റ്റത്തിൽ നമുക്ക് ചെയ്യാം, ഒരു 1000 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുന്ന ഇൻവെർട്ടറിൽ നമുക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ നമ്മുടെ MPPTയുടെ പോസിറ്റീവ് ബാറ്ററി ഇൻ പോസിറ്റീവ് ബാറ്ററി നെഗറ്റീവ് എന്നുള്ളതിൽ 2 ടെർമിനലിലും നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ അടുത്തതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ് ആണിത്. അതുപോലെ ഇതിൽ നിന്ന് ഇൻവെർട്ടറിൽ നിന്ന് പോകുന്ന ഔട്ട് അത് നേരെ നമ്മൾ ഫ്രീ ആയി പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ AC ലൈന് വരുന്നത് നേരെ നമ്മുടെ ഈ MPPTയുടെ AC ഇന്നിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. AC ഔട്ട് എടുത്തിട്ട് ഇൻവെർട്ടറിന്റെ ഇൻ എടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്തു, ഈ MPPT കൺട്രോൾ ചെയ്യും. പിന്നെ ഈ ഇൻവെർട്ടറിന്റെ എല്ലാ പ്രവർത്തനത്തിനും ഈ MPPT ആണ് പിന്നെ കൺട്രോൾ ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ ഇനി നിങ്ങൾ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് നോക്കിയാൽ ഇതുപോലെ ചെയ്യാട്ടോ. അത് നിങ്ങൾക്കും ചെയ്യാം. കാരണം കറണ്ടിനെ കുറിച്ചിട്ടൊക്കെ ചെറിയൊരു ഐഡിയ ഉള്ളതാണ് നിങ്ങൾക്ക് വീട്ടുക, അല്ലെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ഇലക്ട്രീഷ്യന്മാരൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തുക. സോളാറുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വീഡിയോകൾ ചെയ്യാനുണ്ട്. അത് ഓൺ ഗ്രിഡ് ആയാലും ഓഫ് ഗ്രിഡ് ആയാലും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ കാണാൻ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടനോട് ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി, ഞാൻ നിങ്ങളോട് ക്ഷമിക്കുകയാണ്. കാരണം ഇത്തരം പറയാതെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പോയത്. ഒരുപാട് സമയമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സർക്യൂട്ട് ഞാൻ കാണിച്ചു തന്നല്ലോ, ആ കാര്യങ്ങളും അതുപോലെ ഞാൻ ഈ പറയപ്പെട്ട കാര്യങ്ങളും വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്തു പോകുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.